നമസ്കാരം. മുട്ടയുടെ പുറത്ത് 10 കൊല്ലത്തോളം അടയിരുന്നിട്ടും മുട്ട വിരിയിക്കാൻ കഴിയാത്തതിന് തള്ളക്കോഴി മറ്റു കോഴികളെയൊക്കെ കൊത്തി ഓടിച്ചിട്ട് കാര്യമുണ്ടോ? ശൈലികമന്ത്രി ആരംഭിക്കുന്നു. ഇന്നലെ ഒരു മഹത്തായ സമരം വിഴിഞ്ഞത്ത് നടന്നു. വിഴിഞ്ഞത്തെ വിൽക്കരുത്, നാടിന്റെ സ്വപ്നങ്ങളെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്നതിനെതിരെ പ്രതിഷേധ യോഗം ഇന്നലെ വൈകുന്നേരം വിഴിഞ്ഞത്ത്. ഞാനതാണ് ഈ കഥ പറഞ്ഞത്. 10 കൊല്ലമാണ് കിട്ടിയത് ഇടത് സർക്കാരിന്. ഈ കരാറിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തിരുത്താൻ പറ്റില്ല, ദാറ്റ് ഇസ് ബൈൻഡിങ്. പക്ഷെ അതിന്റെ ഒരു ചർച്ച അദാനിയുമായിട്ട് നടത്തിയോ? അതിന്റെ ഒരു ചർച്ച പൊതുജനങ്ങളുമായിട്ട് നടത്തിയോ? ഈ കരാറിൽ ഇന്ന പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ കേരളത്തിനെ ഇങ്ങനെയൊക്കെ ബാധിക്കും എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വേദിയിൽ ഇന്ന് സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ പാർട്ടി സെക്രട്ടറി എവിടെയെങ്കിലും ഇങ്ങനെ, മന്ത്രിയായിരുന്നല്ലോ അദ്ദേഹം, കുറച്ചുകാലം മന്ത്രിയായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ഈ കരാറ് 290 പേജോ മറ്റോ ഉണ്ട്, നിങ്ങളൊന്ന് പൊതുജനങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഇതൊന്ന് വിശദീകരിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് അപകടമുണ്ടാക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് കൂട്ടായി ആലോചിക്കുന്ന തരത്തിൽ ഈ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും ഇന്ന് നിങ്ങൾ ഈ സമരാവേശം അധികാരത്തിൽ നിന്ന് ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ട് 2 മാസം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളത് കേരളത്തിൽ 25% ജനങ്ങളുടെ മാത്രം പിന്തുണയുള്ളവരാണ്. 25%. നിങ്ങളുടെ സമീപനം ഇതാണെങ്കിൽ അടുത്ത 5 വർഷത്തിനകം അത് 2.5% കുറയും. ബംഗാൾ പോലെ ആകുമോ എന്ന് ഞാൻ പറയാം. എനിക്ക് ബംഗാളിൽ എത്ര ശതമാനം ഉണ്ടെന്ന് അറിയില്ല. ബംഗാൾ പോലെ നിങ്ങളെ ജനം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലെത്തിക്കും. കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് വീട് തറവാട് പണയം വെച്ച് മറുനാടുകളിൽ കുടിയേറുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ നാടായി കേരളം മാറുമ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ള അവസാനത്തെ ഒരു അവസരം, ലാസ്റ്റ് ബസ് എന്ന് പറയാം. കുറെ കാലം കഴിയുമ്പോൾ വേറെ ബസ്സുകൾ വരും. പക്ഷെ നിലവിൽ നമ്മൾ പഠിച്ചിടത്തോളം അവസാനത്തെ ബസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, അതിനെ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ വേരോടെ ജനം പറിച്ചെറിയുമെന്നുള്ള സൂചനയാണ് നിങ്ങളെ 35 സീറ്റിൽ ഒതുക്കിയത്. നിങ്ങൾ പ്രതാപത്തോടെ 2 ടേം ഇവിടെ ഭരിച്ചവരല്ലേ. അതുകൊണ്ട് നിങ്ങൾ വസ്തുതകളായി പറയണം. നിങ്ങളുടെ ക്യാപ്ഷൻ എന്താണ്? വിഴിഞ്ഞത്തെ വിൽക്കരുത്. ആർക്കാണ് വിഴിഞ്ഞത്തെ വിൽക്കാൻ പറ്റുക? നിങ്ങൾ കരാർ ഒന്ന് മറിച്ചെങ്കിലും നോക്കുക. വിൽക്കാൻ പറ്റുമോ? ഈ തുറമുഖത്തെ ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ? 2080 അല്പം നീണ്ട കാലമാണ്. 2080 ഡിസംബർ മാസം 31-ാം തീയതി അദാനിയോ അദാനിയുടെ കൊച്ചുമകനോ പ്രോജക്റ്റ് പൂട്ടിയെടുത്ത് താക്കോല് സെക്രട്ടേറിയറ്റിൽ കൊണ്ട് കൊടുക്കണം. ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞു, ഞങ്ങളിതേ പോകുന്നു. ഇത് വിൽപ്പനയാണോ? നിങ്ങൾ പറയണം, മറുപടി പറയും. ഇതാണ് നിങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം. നിങ്ങളിങ്ങനെ കാടടച്ചു വെടിവെക്കുന്ന തരത്തിൽ വിഴിഞ്ഞത്തെ വിൽക്കരുത്, കോർപ്പറേറ്റുകളെ വിൽക്കരുത്, കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങരുത്, കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കേരളത്തെ മോചിപ്പിക്കാനുള്ള 1957 മുതൽ നിങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നു. ഒരു അദാനിയും വേണ്ട, ഒരു അംബാനിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഈ കേരളത്തെ ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാമായിരുന്നു. നിങ്ങൾക്ക് എത്രയോ അവസരങ്ങൾ കിട്ടി. അതൊന്നും ചെയ്യാതെ പാർട്ടിയും അണികളെയും വളർത്തുന്ന പ്രക്രിയ മാത്രം നടത്തി അവസാനം അണികൾ പോലും ഇല്ലാതായി. ഞാനിവിടെ അത് നിരന്തരം പലരും പറയുന്ന വിഷയത്തിൽ നിന്ന് മാറി നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഇതെന്താണ് വിൽപ്പനയും പാട്ടവും? വസ്തുത്തിൽ വിഴിഞ്ഞം ഒരു പാട്ടമാണ്. അയാൾക്ക് അദാനിക്ക് വിൽക്കാൻ പറ്റില്ല, അദാനിക്കും MSCക്ക് വിൽക്കാൻ പറ്റില്ല. അദാനിയുടെ കാലാവധി 2055 വരെയായിരുന്നു. UDFന്റെ സമയത്ത് അത് 2055 വരെയായിരുന്നു.
LDF ഔദാര്യപൂർവ്വം അത് 2060 വരെയാക്കി. എല്ലാ വ്യവസ്ഥകളും പാലിച്ച് നന്നായിട്ട് നടത്തി കേരളത്തിനുള്ള 1% ലാഭവിഹിതമൊക്കെ നൽകി ഭംഗിയായിട്ട് പോകുമെങ്കിൽ ഒരു 20 വർഷം കൂടി വീണ്ടും കൊടുക്കും. അങ്ങനെ പരമാവധി 2080 വരെ, 60 വർഷം, പരമാവധി 2080 വരെ ഇങ്ങനെയുള്ള ഒരു പാട്ടക്കരാർ, കൃത്യം ഒരു പാട്ടക്കരാറായിരിക്കുന്ന ഒരു വ്യവസ്ഥ. ഇനി ഈ 80 വർഷത്തിനിടയ്ക്ക് അദാനി മറ്റൊരു പാട്ടമാണ് കൊടുക്കുന്നത്. വിൽപ്പന പറ്റില്ല, അദാനിക്ക് വിൽക്കാൻ പറ്റില്ല. അദാനി ഇരിക്കുന്നിടത്തോളം കാലം MSCക്ക് ഒരു പാട്ടം കൊടുക്കുന്നു. അത് 2060 തീരുമെങ്കിൽ MSCയുടെയും പാട്ടം 2060 തീരും. 13,000 കോടി മുടക്കിയാലും എത്ര കോടി മുടക്കിയാലും 2080 വരെ അദാനിക്ക് ഇരിക്കാമെങ്കിൽ MSCക്കും ഇരിക്കാം. ഇനി മേഴ്സ്കിനോ CMA CGMനോ ആർക്ക് വേണമെങ്കിലും ഈ പാട്ടക്കരാർ നൽകാനേ പറ്റുള്ളൂ, അല്ലാതെ വിൽപ്പന പറ്റില്ല. വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് ഇത് വിൽപ്പനയാണെങ്കിൽ അത് അവരുടെ തറവാട് സ്വത്തായിട്ട് അദാനിയുടെ അടുത്ത തലമുറയ്ക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾ വിശദീകരിക്കുക, അദാനിക്ക് ഈ തുറമുഖം അദ്ദേഹത്തിന്റെ മകനോ കൊച്ചുമകനോ എഴുതി കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ, അവരുടെ വൈകാരികമായ പ്രശ്നങ്ങളെ ഉണർത്തിവിട്ട് തെറ്റായ ദിശയിലോട്ട് ജനങ്ങളെ നയിക്കുന്നത് ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന് ചേർന്നതല്ല, ഭരണകൂടത്തിൽ ഇരുന്നവർക്ക് ചേർന്നതല്ല എന്നതെങ്കിലും കുറഞ്ഞ പക്ഷം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. കുറെയൊക്കെ ജനങ്ങൾക്കറിയാം, മുഴുവനും അറിയില്ല. ഞാൻ പോലും കരാർ മുഴുവൻ വായിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയാം, വായിക്കാൻ പറ്റുന്ന ഭാഷയല്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയല്ല, നമ്മുടെ യുക്തിക്ക് ചേരുന്ന ഭാഷയല്ല. ഇത് സായിപ്പോ ആരൊക്കെ ഉണ്ടാക്കിയ സാധനത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ചില വർഷങ്ങളും തീയതികളും പലിശയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഗജേന്ദ്ര ഹൽദിയ എന്ന് പറയുന്ന ഒരു മഹാൻ നമ്മുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചതാണ് ഈ കരാർ. അങ്ങനെ ഞങ്ങൾക്കും താല്പര്യമില്ലാത്ത ഈ കരാർ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കാരണം അതിനകത്ത് ചില നല്ല വശങ്ങൾ ഞങ്ങൾ കണ്ടു. പിൽക്കാലത്ത് ഞങ്ങൾ ചില നല്ല വശങ്ങൾ കണ്ടു. എന്താണ്? ഇന്ന് ഈ ലൊക്കേഷൻ, ഇന്നലെ വരെ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന, കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തുകാർ മാത്രം അറിഞ്ഞിരുന്ന ഒരു കടൽത്തീരം, ഒരു പ്രദേശം ഇന്ന് ലോക മാധ്യമങ്ങൾ എല്ലാ ദിവസവും, ഇവിടെ VD സതീശൻ എന്തു പറഞ്ഞാൽ, ഈ തുറമുഖത്തെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാലും അന്തർദേശീയ മാധ്യമ വാർത്തയാണ്. ആ തരത്തിൽ ട്രിവാൻഡ്രം ഇന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. MSC വരുമ്പോൾ അതിന്റെ മൂല്യം പിന്നെയും വർദ്ധിക്കും. ആ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ഗേറ്റിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. ബിസിനസ് ആവാം, കയറ്റുമതിയാകാം, ഇറക്കുമതിയാകാം, വാല്യൂ അഡീഷൻ ആകാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒന്നാന്തരം, അവിടെ ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒന്നാന്തരം. നമ്മൾ ഈ അദാനി എന്ന് പറയുന്ന ഗ്രൂപ്പിന് കൊടുക്കുന്നതിലൂടെ അദാനി MSC എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവരുന്നു. നാളെ മറ്റെല്ലാ കമ്പനികളെയും കൊണ്ടുവരാം. MSC ഇനി മറ്റു പല കമ്പനികളെയും കൊണ്ടുവരാം. അവരുടെ മെഡ്ലോക്ക് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവരാം. അല്ലെങ്കിൽ അവരുടെ അതുപോലുള്ള ഉപവിഭാഗങ്ങൾ പലതുമുണ്ട്. അവരുടെ ക്രൂയിസ് ഡിവിഷനുണ്ട്. അങ്ങനെ പലരെയും ഇനി MSC കൊണ്ടുവരാം. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അങ്ങനെ ലോകത്തിന്റെ വലിയ തോതിലുള്ള ക്യാപിറ്റൽ നമ്മുടെ നാട്ടിൽ വരാനുള്ള ഒരു വലിയ അവസരം ഈ തുറമുഖം തരുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. അത് ഉപയോഗപ്പെടുത്തി നമുക്കത് വളർത്തി വലുതാക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു പാഠം തമിഴ്നാട് ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട്, എന്റെ ഓർമ്മയിൽ തിരുനെൽവേലി ജില്ലയിൽ ഏതെങ്കിലും വ്യവസായികൾ, കോർപ്പറേറ്റ് വ്യവസായികൾ ഇവിടെ വന്ന് സ്ഥലം അന്വേഷിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. തൈവാനിലെ 10ഓളം കമ്പനികളാണ് തൂത്തുക്കുടിയും തിരുനെൽവേലിയിലും വന്ന് അവർക്ക് അവിടെ തന്നെ വ്യവസായം തുടങ്ങണം. എന്താണ് കാര്യം? അവർ വിഴിഞ്ഞോ എന്ന് പറയുന്നില്ല, പോർട്ട് എന്ന് പറയുന്നുണ്ട്. പോർട്ടുകളുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് അവർക്ക് തിരുനെൽവേലി, ഗംഗൈകൊണ്ട, സിപ്കോട്ട് അതുപോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട്, വെള്ളമുണ്ടോ, വൈദ്യുതി ഉണ്ടോ, റോഡ് നെറ്റ്വർക്ക് ഉണ്ടോ, കണക്ടിവിറ്റി ഉണ്ടോ തുടങ്ങിയ മറ്റു കാര്യങ്ങളെല്ലാം പഠിക്കാൻ തൈവാനിലെ 10 കമ്പനികൾ വന്നുപോയി. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങോട്ട് പോർട്ടിനോട് അടുത്തടുത്ത് വരാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നേട്ടം. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ 10 വർഷം 1 സെന്റ് ഭൂമി പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തവരാണ്. ഇവിടെ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും 1 സെന്റ് ഭൂമി പോലും 10 വർഷത്തിനകം പോർട്ടിന് പുറത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഗേറ്റ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഒരു കണ്ടെയ്നർ അകത്തോട്ടോ പുറത്തോട്ടോ കയറ്റിവിടാൻ പറ്റാതിരിക്കുമ്പോൾ വ്യാജ ഉദ്ഘാടനങ്ങൾ നിങ്ങൾ നടത്തി.
ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചു. ഇതെല്ലാം നിങ്ങൾ ഇന്ന് പറയുന്നതും ഇന്നലെ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതുമെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള സാമാന്യ ബുദ്ധി അവർ നേടിക്കഴിഞ്ഞു. ഇനിയും അവർ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. ഇതിന്റെ തുടർച്ചയായിട്ട് ഒരു കത്ത് വായിക്കാം. ഒരു അമേരിക്കൻ സ്വകാര്യ കമ്പനിയെ ഒരു ഫ്രഞ്ച് സ്വകാര്യ കമ്പനി വാങ്ങുന്നതുമായി താരതമ്യപ്പെടുത്തി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖത്തിന്റെ നടത്തിപ്പുകാരൻ, ഞാൻ ബാക്കിയൊന്നും വായിക്കുന്നില്ല, നടത്തിപ്പുകാരന് എങ്ങനെയാണ് വിൽക്കാൻ പറ്റുക? അദ്ദേഹം വിൽപ്പനയെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അവന്റെ ഓഹരി സർക്കാരിന്റെ അനുമതിയില്ലാതെ വിറ്റഴിക്കുന്നതിനെ ന്യായീകരിക്കുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. നടത്തിപ്പുകാരൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്, നടത്തിപ്പുകാരൻ, ഒരു പാട്ടക്കരാറുകാരന് എങ്ങനെയാണ് അവന്റെ ഓഹരി വിൽക്കാൻ പറ്റുക? അവന്റെ ഓഹരി വേറൊരു പാട്ടക്കരാറായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ശ്രീ വിനോദ് കടക്കൽ, നിങ്ങൾ ജനങ്ങളെ പറ്റിക്കരുത്. പാവം മലയാളികൾ ജീവിച്ചു പോട്ടെ, അവർക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല, വേറെ ഒരു സ്വപ്നവുമില്ലാതെ ഒരു നാടായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കള്ളം 100 പ്രാവശ്യം ഗീബൽസിനെ പോലെ പറഞ്ഞാലും അത് സത്യമായി മാറില്ല. നടത്തിപ്പുകാരൻ മാത്രമാണ്, അദാനി നടത്തിപ്പുകാരൻ മാത്രമാണ്. 80 വർഷം, മുല്ലപ്പെരിയാർ പോലെയല്ല, 80 വർഷം നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ കരാറിന്റെ കോപ്പി എത്തിച്ചു കൊടുക്കുക. 80 വർഷം കഴിയുമ്പോൾ അദാനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആളാണ്. അതുവരെ അദ്ദേഹം മാന്യമായി ഇത് നടത്തി നമുക്ക് എന്തെങ്കിലും ഈ നാട്ടിലെ പിള്ളേർക്ക് 2 തൊഴിൽ നൽകുന്നുണ്ടെങ്കിൽ, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് 10 പൈസയുടെ വരുമാനമുണ്ടാക്കാൻ അവസരം നൽകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളതിന് പാരവെക്കരുത്.